മക്കാബയരുടെ ഒന്നാം പുസ്തകം 14 അധ്യായം 1 മുതൽ 7 വരെ തിരുവചനങ്ങൾ. പരക്കുമോർ. 172 ആണ്ടിൽ ദമത്രിയോസ് സൈന്യ സജ്ജീകരണത്തോടെ മേദിയായിൽ നിന്നും കൂടെ സേനയെ ശേഖരിച്ച് ത്രാഫിയോനോട് യുദ്ധത്തിനായി പുറപ്പെട്ടു. എന്നാൽ പേർഷ്യ മേദ്യ രാജാവായ അർസാക്ക് ദമത്രിയോസ് തൻ്റെ അതിർപ്രദേശങ്ങളിൽ എത്തിയിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ അവനെ ജീവനോടെ പിടിച്ചുകൊണ്ടുവരുവാൻ അവൻ്റെ പ്രഭുക്കളിൽ ഒരുവനെ അയച്ചു. അവൻ ചെന്ന് ദമത്രിയോസിൻ്റെ സേനാവ്യൂഹത്തെ സംഹരിച്ച് ദമത്രിയോസിനെ ജീവനോടെ കൊണ്ടുവന്നു. അർസാക്ക് അവനെ ബന്ധനസ്ഥനാക്കി. ശീമോൻ്റെ ഭരണകാലമെല്ലാം ദേശം സമാധാനമായി കഴിഞ്ഞു. അയാൾ ജനത്തിന് നന്മ ചെയ്തു. അയാളുടെ വാഴ്ച അവർക്ക് സന്തോഷകരമായിരുന്നു. ആയുഷ്കാലമെല്ലാം പ്രതാപവാനുമായിരുന്നു. അയാൾ സർവ്വപ്രഭാവത്തോടും കൂടി യോപ്പ തുറമുഖത്തെത്തി അവിടെ കപ്പലുകൾ സുഗമമായി അടുക്കുമാറാക്കി. തൻ്റെ ജനത്തിൻ്റെ അതിരുകൾ വിസ്തീർണതപ്പെടുത്തി വർദ്ധിപ്പിച്ചു. ശത്രു രാജ്യങ്ങളെല്ലാം പിടിച്ച് വളരെ പേരെ അടിമകളാക്കി. ജസീറ, ബത്ശൂറെ, ബത്മർദ എന്നിവ മേലും അധികാരപ്പെട്ടു. അവയിൽ നിന്നെല്ലാം എല്ലാ മ്ലേച്ഛതയും തുടച്ചു നീക്കി. അയാൾക്കെതിരെ നിൽപ്പാൻ ആരുമില്ലാതായി. എല്ലാവരും അവരുടെ നിലങ്ങളിൽ വേല ചെയ്തു സമാധാനത്തോടെ ജീവിതം നയിച്ചു. വയലുകൾ ധാരാളമായ വിളവുകളും വൃക്ഷങ്ങൾ ഫലങ്ങളും പ്രദാനം ചെയ്തു. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ ഞെരുക്കങ്ങളെ വിവരിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ നിൽക്കുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ അടുക്കൽ നിന്ന് കോപത്തോടെ നീ മാറിപ്പോകരുതേ. ആമേൻ.